വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമന്തി പൂക്കൾ ചാനൽ. ഗാർഡനിങ് ടിപ്സും കെയറും പിന്നെ അഡീനിയം സെയിലൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അഡീനിയം പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അഡീനിയം പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. ജമന്തിപ്പൂക്കൾ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെടികളോട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ വിശേഷങ്ങളോ ആയിട്ട് നമ്മൾ വരാറുണ്ട്. ഗാർഡനിങ് ടിപ്സ്, കെയർ അല്ലെങ്കിൽ പ്ലാന്റ് സെയിൽ, ഇങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. നിങ്ങളിലേക്ക് ഒരറിവ് എന്തായാലും എത്തുന്നതാണ്. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൂടി ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ അഡീനിയം ചെടിക്ക് ഡെസേർട്ട് റോസ് എന്നാണ് പറയുന്നത്. വേറെ ഒരു പേര്. ക്യൂലൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് അഡീനിയം പ്ലാന്റ്. ആഫ്രിക്കൻ അറേബ്യൻ പ്രദേശങ്ങളാണ് ഈ പ്ലാന്റിൻ്റെ ജന്മദേശം വരുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇത്. ഇതിൻ്റെ പൂക്കളുടെ വ്യത്യസ്തത തന്നെയാണ് ഇത് നമ്മൾ ആകർഷിക്കപ്പെടാനുള്ള ഒരു കാര്യം. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ ഇപ്പോൾ ഇത് വരുന്നുണ്ട്. ഈ ഒരു ഇടക്കാലങ്ങളിൽ വളരെ പോപ്പുലറായി. എല്ലാവരുടെ വീട്ടിലും മുൻകാലങ്ങളിലൊക്കെ റോസായിരുന്നു പ്രധാനപ്പെട്ട ചെടി. എന്നാൽ ഇപ്പോൾ എല്ലാവരും ഒരുപാട് താല്പര്യത്തോടെ വെക്കുന്ന ഒരു എലിഗൻ ലുക്ക് നമ്മുടെ വീടിന് കൊടുക്കുന്ന ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ഈ ബോൺസായി ലുക്ക് പെട്ടെന്നൊരു അട്രാക്ഷനാണ്. കാണുമ്പോൾ തന്നെ ഇത് ഒരു തിക്കായിട്ടുള്ള സ്റ്റമ്മായിട്ട് നിറയെ പൂക്കളായിട്ട് ഒരു ബോൺസായി പ്ലാന്റ് തന്നെയാണിത്. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ചെടിയുടെ വേരുകൾ ഇങ്ങനെ കൂറ്റനാണെങ്കിലും കാണുമ്പോൾ അതെപ്പോഴും ഒരു അലങ്കാരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ബോൺസായി ഈ ചെടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഇഷ്ടമാവും. പിന്നെ മഞ്ഞ്, തണുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് പൊരുതാൻ കുറച്ച് പ്രയാസമാണ്. ആ ഒരു സമയത്ത് ചെടി ചീഞ്ഞ് പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ നല്ല മഴക്കാലത്തൊക്കെ ചെടി എടുത്തിട്ട് ഒരു ഷെയ്ഡിലേക്കൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല വെയിൽ കാലത്താണ് ഇത് ഏറ്റവും നല്ല രീതിയിൽ പൂവുണ്ടാവുകയും നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യുക. ഇത് വെയിൽ ഒരുപാട് ഇഷ്ടമുള്ള, വെള്ളം ഒട്ടും താല്പര്യമില്ലാത്തൊരു പ്ലാന്റാണ്. വളർത്താൻ വളരെ എളുപ്പമാണ്. നമുക്ക് സ്ഥിരമായി നനയ്ക്കാൻ കഴിയാത്ത, ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ വീട്ടിൽ അലങ്കാരമായിട്ട് വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചെടിയാണ്. പിന്നെ നിങ്ങൾ ഇത് വളർത്തുന്ന ആൾക്കാർ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് സോയിലൊക്കെ തൊട്ട് വെക്കുന്നത് നല്ലതാണ്. സോയിൽ നനവ് ഉണ്ടെങ്കിൽ ആ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട എന്ന് മനസ്സിലാക്കണം. ആഴ്ചയിൽ 2 ദിവസം മാത്രം കുറച്ച് വെള്ളം, ഒന്നായിട്ട് വെള്ളം ഒഴിക്കാതെ സ്പ്രേ ബോട്ടിലിൽ സ്പ്രേ ആയിട്ട് വെള്ളം ഒഴിക്കുന്നതും ഏറ്റവും അനുയോജ്യമാണ്. കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ വേരുകൾ ഇങ്ങനെ പുഴുങ്ങിപ്പോയിട്ട് റൂട്ട് റോട്ട് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. വേരുകൾ ചീഞ്ഞിട്ട് ചെടി നശിച്ചു പോകുന്ന അവസ്ഥ. അത് ഈ പ്ലാന്റിന് എപ്പോഴും കാണുന്നൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർ വെള്ളം മാക്സിമം കുറച്ച് കൊടുക്കുക, ശ്രദ്ധിച്ച് കൊടുക്കുക. നടുന്ന പോട്ടിൻ്റെ ഡ്രൈനേജ് ഹോൾ നന്നായിട്ട് ചെക്ക് ചെയ്യണം. കാരണം വെള്ളം താഴേക്ക് പോകുന്ന ഉറപ്പ് വരുത്തണം. ഹോൾസ് നല്ല രീതിയിൽ കറക്റ്റാക്കി വെക്കുക കേട്ടോ. ചെറിയ രീതിയിൽ വിഷം ഉള്ളൊരു പ്ലാന്റാണ് കേട്ടോ. വലിയ രീതിയിലൊരു വിഷം ഉള്ള ഒരു പ്ലാന്റാണിത്. ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്സിജൻ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ബാൽക്കണിയിലും ടെറസിലും ഒക്കെ ഗാർഡൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല ഷോ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. കടുത്ത സൂര്യപ്രകാശമാണ് ഇതിന് വേണ്ടത്. എത്ര സൺലൈറ്റ് കിട്ടുന്നോ അത്രയും നിറയെ പൂക്കളുണ്ടാവുകയും ബ്രൈറ്റ് പൂക്കളായി വരികയും ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഈ പ്ലാന്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് NPK കൊടുക്കാം. 19-19-19 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വളരെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. ഒരു 1 ടീസ്പൂണിന് ഒരു ലിറ്റർ വെള്ളം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. ആ രീതിയിൽ നമ്മൾ മാസത്തിൽ ഒരു ദിവസം NPK കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ട് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ പോട്ട് മിക്സ് ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഒന്ന് മണ്ണിൽ കുറച്ച് ചകിരിച്ചോറോ പെർലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വെള്ളമൊന്നും തങ്ങി നിൽക്കാതെ വേഗം താഴോട്ട് പോയിക്കോളും. അപ്പം എല്ലുപൊടി നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഒരു ഫെർട്ടിലൈസർ എന്തെങ്കിലും പൂടാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പൊട്ടാഷ് നല്ല രീതിയിലുള്ള വാഴപ്പഴത്തിൻ്റെ തൊലി അത് ചെറിയ രീതിയിലൊന്ന് അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കുറേശ്ശെ, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഹോം മെയ്ഡായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ്.
പിന്നെ ഒരു ഫംഗസിൻ്റെ പ്രശ്നം ഈ പ്ലാന്റിന് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങി വെക്കുന്ന ഒരു സാഫ് എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിക്കാൻ കിട്ടും. അതിങ്ങനെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാന്റിനെ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. കീടങ്ങൾ, മീലി ബഗ്, ആഫിഡ്, സ്പൈഡർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാന്റ്സിന് ഒരു അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ ഒന്ന് നീം ഓയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 ml നീം ഓയിൽ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കുറച്ച് ഡിഷ് വാഷ് കൂടി മിക്സ് ചെയ്യണേ. എന്നിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇങ്ങനെയുള്ള കീടങ്ങളെയൊക്കെ തടയാം. പിന്നെ ഒരുപാട് കീടങ്ങൾ ആക്രമണം അങ്ങനെ കണ്ടു വരാറില്ല. എന്നാലും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ സീഡുകൾ വഴിയാണ്. നല്ല രീതിയിൽ തന്നെ വേഗം തന്നെ മുളച്ച് വരും സീഡുകൾ. പിന്നെ നമുക്ക് കട്ടിങ് പ്രൊപ്പഗേഷനും ഇതിൻ്റെ ഒരു രീതി തന്നെയാണ്. നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. പക്ഷേ അപ്പോൾ കട്ട് ചെയ്ത ആ ഭാഗത്ത് നമ്മളൊന്ന് സാഫ് കലക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം, ആ ബാക്കി പ്ലാന്റ് ഇൻഫെക്റ്റഡ് ആവാതിരിക്കാനാട്ടോ. പിന്നെ ചെറിയൊരു കുഴി കുഴിച്ച് നമ്മൾ നട്ടുപിടിപ്പിക്കുക. മെല്ലെ മെല്ലെ അതിങ്ങനെ വളർന്നു വരും. വെള്ളം അധികം കൊടുക്കാതിരിക്കുക, അതാണ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഒന്ന് പിടിച്ച് നന്നായി വളർന്നിട്ട് പിന്നെ വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി നട്ടാവുന്നതാണ് കേട്ടോ. അലങ്കാര പ്ലാന്റ്സിൽ ഇപ്പോൾ ഇത് വളരെ പോപ്പുലറായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഇതിനെ ലക്കി പ്ലാന്റ് എന്ന നിലയിൽ പോലും ഇതിനെ കാണുന്നുണ്ട്. ഇപ്പോൾ ഫെങ്ഷൂയി ശാസ്ത്രത്തിൽ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നൊരു ചിഹ്നം പോലെയാണ് ഈ പ്ലാന്റിനെ കണക്കാക്കുന്നത് കേട്ടോ. പിന്നെ ഹൃദയരോഗ ചികിത്സക്കായി ഇത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ പറ്റിയുള്ള കൃത്യമായ അറിവൊന്നും നമ്മുടെ കയ്യിലില്ല. പിന്നെ ചെറിയ രീതിയിലൊരു വിഷമുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇത് അധിക രീതിയിൽ ഉപയോഗിക്കരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബോൺസായി ലുക്കിൽ വരുന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അഡീനിയം പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. 210 രൂപയ്ക്കാണ് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ നമ്മൾ അഡീനിയം കൊടുക്കുന്നത്. പിന്നെ പൂവിൻ്റെ കളറൊന്നും വേണ്ട, വീട്ടിൽ കൊണ്ടുവന്നിട്ട് വളർത്തിയിട്ട് പൂ വന്നാൽ മതി എന്നാണെങ്കിൽ നമ്മൾ 170 രൂപയ്ക്കും പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ വില കൂടിയ പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ 700 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഒക്കെ മദർ പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അഡീനിയം പ്ലാന്റ്സിൻ്റെ വാട്ടറിങ്ങും സൺലൈറ്റും പ്രൂണിങ്ങും കട്ടിങ്ങും പ്രൊപ്പഗേഷനും എല്ലാ കാര്യങ്ങളുമാണ്. അപ്പം അഡീനിയം പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ ഉപകാരപ്രദമായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ നിറയെ പൂക്കൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നല്ല എലിഗൻ ലുക്കുള്ള ബോൺസായി ലുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. നല്ലൊരു പ്ലാന്റാണ് അഡീനിയം പ്ലാന്റ്. അപ്പം നിങ്ങൾക്ക് അഡീനിയം പ്ലാന്റ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വിചാരിക്കുന്ന പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഡീനിയത്തിൻ്റെ മാത്രമല്ല ഒരുപാട് പ്ലാന്റ്സിൻ്റെ റോസിൻ്റെ കെയറിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ജമന്തിപ്പൂക്കൾ ചാനലിലുണ്ട്. അപ്പം പ്ലാന്റ്സിനൊക്കെ ഇഷ്ടമുള്ളവർ ജമന്തിപ്പൂക്കൾ റോസ് നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറയെ വീഡിയോകൾ കിട്ടും. പ്രത്യേകിച്ചും ലക്കി ബാമ്പുവിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ചാനലിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള വീഡിയോ. അത് ലക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ലക്കി ബാമ്പു ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പം ചാനലൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം.